നമ്മുടെ 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ ജയിലിലാണ്. ഈ വിഷയത്തിൽ UDF എംപിമാർ വൈകിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 മണിക്കാണ് ഈ നിർണായകമായ ചർച്ച. പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ UDF എംപിമാർ പ്രതിഷേധിച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, നിയമവഴിയിൽ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട്, മറുഭാഗത്ത് പ്രതിപക്ഷം പല വഴി പരിശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അവിടെ ഡൽഹിയിലുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ കേസിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പ്രതീക്ഷിക്കാമോ ഈ ഘട്ടത്തിൽ അർജുൻ? ആര്യ, പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൂടെ നിയമ വഴിയിലുള്ള ഈ പോരാട്ടം അത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ സാധിക്കും, കന്യാസ്ത്രീമാരെ പുറത്തിറക്കാൻ സാധിക്കും, അത് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് UDF എംപിമാർ ഓരോരുത്തർക്കുമുള്ളത്. അതിലൂടെ കേരളത്തിലെ ഓരോ ആളുകളിലുമുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് വൈകിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി UDF എംപിമാർ വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്, പക്ഷേ അതിനുശേഷമാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമായി മാറിയത്. അതായത് NIA കോടതിയിലേക്ക് അടക്കം കേസ് പോകുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും അമിത്ഷായെ കാണുന്നു. അതിലോടുകൂടി ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെയും BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്നുള്ള നീക്കങ്ങൾ, അതായത് കോടതിയിൽ ഈ ജാമ്യ ഹർജിയെ എതിർക്കുന്ന തരത്തിലുള്ള നടപടികൾ ഒരുപക്ഷെ BJPയെ, ഈ ഛത്തീസ്ഗഡ് സർക്കാരിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു സഹായകരമായിട്ടുള്ള കാര്യമാകും. ഇവരെ ജാമ്യം ലഭിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് എന്തായാലും നടത്തുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ഡൽഹിയിൽ എത്തിയത്. അദ്ദേഹം മറ്റ് ഈ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ഇവിടെയുള്ള എംപിമാരുമായിട്ടും അതുപോലെ കേന്ദ്ര സർക്കാരുമായിട്ടും കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അതിനിടയിൽ ഇക്കാര്യങ്ങളും ആരാഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിൽ ഈ വിഷ്ണുദേവ് സായുടെ പ്രതികരണം എന്ന് പറയുന്നത് പോലീസ് അവരുടെ നടപടി ചെയ്യുന്നു, നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. മറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ വന്ന് ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ അനൂപ് ആന്റണി അടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും നിയമം അതിൻ്റെ വഴിക്ക് പോവുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും സർക്കാർ തലത്തിലടക്കം ഒരു ഇടപെടലോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് തന്നെയാണ് ഇന്ന് വൈകിട്ടും അമിത്ഷായെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം ലഭിച്ചിരിക്കുന്നതും അത്തരത്തിലുള്ള നീക്കങ്ങൾ പോകുന്നതും. പ്രധാനമന്ത്രി നിർണായകമായ ചർച്ച, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. NIA കോടതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ കുറച്ചുകൂടി പ്രയാസകരമാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അർജുൻ പീതാംബരനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കിയത്. ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ ഗാന്ധി സ്ക്വയറിന് മുന്നിൽ അല്പസമയം മുൻപ് ഡൽഹിയിൽ പ്രതിഷേധിച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഡീൻ കുര്യാക്കോസ്, ബെന്നി ബെഹനാൻ, ആന്റണി തുടങ്ങിയ എംപിമാരെ നമുക്ക് കാണാം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അപമാനിച്ച പോലീസെ തിരുവസ്ത്രത്തെ അവഹേളിച്ച ബജറംഗ് ദളേ ഓർത്തോളൂ, ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ, തിരുവസ്ത്രത്തെ അവഹേളിച്ച